ഇന്ന് സർവ്വദേശീയ തൊഴിലാളി ദിനം. തെരുവുകളിൽ വിവിധതരം തൊഴിലെടുക്കുന്ന അനേകം മനുഷ്യർക്കിടയിൽ കിട്ടുന്ന തുച്ഛമായ പൈസയേക്കാൾ ഇരട്ടി ആത്മാർത്ഥതയിൽ തൊഴിലെടുക്കുന്ന ഒരു തൊഴിലാളിയെയാണ് ഒറ്റപ്പാലം വാണിയംകുളത്തു നിന്നും ന്യൂസ് ഫോർ യു ഓൺലൈൻ ഈ ദിനത്തിൽ പരിചയപ്പെടുത്തുന്നത്. ചുട്ടുപൊള്ളുന്ന വെയിലിലും ഏതു മഴക്കാലത്തും 60 പിന്നിട്ട രാമചന്ദ്രൻ ഈ പിന്നിക്കീറിയ കുടച്ചുവട്ടിൽ തന്നെ ഉണ്ടാകും. പൊട്ടിയ ചെരുപ്പോ കീറിയ കുടയോ സ്കൂൾ ബാഗോ കയ്യിലേന്തി തന്നെ തേടി ആരെങ്കിലും വരുന്നുണ്ടോ എന്നും നോക്കിയായിരിക്കും ഇരിപ്പ്. രാമചന്ദ്രൻ അറിയാം, ആരെങ്കിലും തന്നെ തേടി വരാതിരിക്കില്ലെന്ന്. മുത്തച്ഛൻ അച്ഛന് പകർന്നു നൽകിയ അതേ തൊഴിൽ തന്നെ 7ാം ക്ലാസ് പഠനം കഴിഞ്ഞപ്പോൾ സ്വീകരിക്കേണ്ടി വന്നു. വാണിയംകുളം അങ്ങാടിയിൽ വെച്ചുണ്ടായ ഒരു കാർ അപകടത്തിൽ വലതു കൈയിന് ഗുരുതരമായി പരിക്കേറ്റ് ചലനശേഷി കുറഞ്ഞതോടെ മറ്റൊരു തൊഴിലും തേടിപ്പോകാൻ കഴിയാതെ വന്നപ്പോഴാണ് വാണിയംകുളം ചന്തക്കുന്നത്ത് രാമചന്ദ്രൻ ചെരുപ്പുകുത്തിയുടെ വേഷത്തിൽ അങ്ങാടിയിൽ കൂടിയത്. അഭിമാനമൊട്ടും കുറയാതെ രാമചന്ദ്രൻ പറയുന്നു, തൻ്റെ കുടുംബം കഴിയുന്നത് ഈ സൂചിയും നൂലും ഇഴചേരുന്നത് കൊണ്ടാണെന്ന്. ചില ദിവസങ്ങളിൽ ആരും തന്നെ തേടി വരാറില്ല. എന്നാൽ ചില ദിവസങ്ങളിലാകട്ടെ 600 രൂപയോ 800 രൂപയോ ഒക്കെ ലഭിക്കും. അന്നം മുട്ടാതിരിക്കാൻ വെയിലാണെങ്കിൽ വെയിൽ, മഴയാണെങ്കിൽ മഴ. വാങ്ങുന്ന കാശിൽ കുറവുണ്ടെങ്കിലും ചെയ്യുന്ന പണിയിൽ ഒട്ടും കളവുണ്ടാവില്ല. അതാണ് രാമചന്ദ്രൻ്റെ രീതി. ഇങ്ങനെ അനേകം തൊഴിലാളികളുള്ള നാട്ടിലാണ് സർവ്വരാജ്യ തൊഴിലാളികളോട് സംഘടിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു തൊഴിലാളി ദിനം കൂടി കടന്നുപോകുന്നത്. ന്യൂസ് ഫോർ യു ഓൺലൈൻ, ഒറ്റപ്പാലം. ഞാൻ 4 വയസ്സിൽ പണി ഉള്ള സമയത്താണ് ഞാൻ പണി പഠിച്ചത്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചു. അത് പിന്നെ ഇടയ്ക്ക് ഞാൻ കാറിൽ പെട്ടപ്പോൾ എനിക്ക് വേറെ കൂലിപ്പണിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഇതിലാണ് ഈ ചെറുപ്പണി പഠിച്ചത്. 30 മണി ചെറുപ്പണി പഠിച്ചത്. വേറെ മാർഗ്ഗമില്ല. കൈക്കോട്ട് പണിക്കൊന്നും നയിച്ച് പോകാൻ പറ്റില്ല. ആക്സിഡൻ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് കുഴപ്പമുണ്ടായത്. 7 വരെ പഠിച്ചു. 7 വരെ പഠിച്ചപ്പോൾ പിന്നെ അമ്മ മരിച്ചപ്പോൾ പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെയാണ് സംഭവം ഉണ്ടാവും. ഇപ്പോഴെന്തുകൊണ്ടാണ് ജീവിക്കുന്നത്? ഇപ്പം ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. അന്ന് ഇന്ന് ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്.